ഇന്ന് നമ്മൾ വന്നത് വെറും 2 ഐറ്റം കൊണ്ട് അങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ ഹലുവ ഉണ്ടാക്കാൻ കഴിയും. കണ്ടിക്കണങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടോളി. 2 നേന്ത്രപ്പഴം, 1 കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഒരു അടാറ് ഹലുവ ഉണ്ടാക്കാൻ നമുക്ക്. റേഷൻ പീടികയിൽ നിന്ന് കിട്ടുന്ന കിറ്റിലുണ്ടല്ലോ ആട്ടപ്പൊടി, അത് വീട്ടിലിട്ട് തട്ടി കളിക്കാണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി നമുക്ക് ഹലുവ ഉണ്ടാക്കാം. നമ്മളെ വീട്ടിൽ പായൊക്കെ കൊണ്ടുവന്നാൽ അഥവാ 2 1 ഒക്കെ ബാക്കിയായാൽ അത് കറുപ്പ് നിറയിക്കുന്ന പൗപ്പ് കൂടിയാൽ നമുക്ക് തിന്നാൻ മടിയാവും. അങ്ങനത്തെ പായൊക്കെ എടുത്തോളിട്ടോ. ഒരു മിക്സി ജാർ എടുക്കുന്ന തൊലി കളഞ്ഞ പായ അതിലിട്ടുകാണ്ട് കറക്കി ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് ഫ്രൈ പാൻ എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആട്ടപ്പൊടി ഇട്ടുകാണ്ട് ഒന്ന് വയറ്റുക. പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയത്തെ പൊടി അവിടെ കടന്ന് അവിടെ കരിഞ്ഞാണ് പോകും. ആട്ടപ്പൊടി ഇല്ല നിറം മാറണമെങ്കിൽ ആദ്യം അടിച്ച ജ്യൂസ് ഇല്ല അതാണ് അതിലേക്കാണ് ഒഴിക്കുക. ആട്ടപ്പൊടിയും പാൻ ജ്യൂസും ഇല്ല ചെങ്ങായിമാരാവുന്നത് വരെ ഇളക്കി കൊടുക്കട്ടോ. ഒന്ന് നല്ലോണം വയറ്റിക്ക്. ചെങ്ങായിമാരായണെന്ന് കണ്ടാല് അടുത്ത സ്റ്റേജിക്ക് കടക്കാം. നമുക്ക് 1 കപ്പ് വെള്ളത്തിൽ 2 3 ആണ് ശർക്കര ഇല്ലേ, ശർക്കര അത് ഉരുക്കിയെടുത്ത ശർക്കര ലായനില്ല അത് അതിലേക്കാണ് ഒഴിച്ചാണ് കൊടുക്കുക. ശർക്കര ലായനി ഒഴിച്ചതിന് ശേഷം ഒന്ന് മല്ലിട്ട് കാണി ഇളക്കിക്കിട്ടോ. അല്ലെങ്കിൽ ചങ്ങാതിമാരെ അവിടെ തല്ലി പിരിയാൻ സാധ്യത ഉണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചേക്ക്. അവസാന ഘട്ടമായി അതിലേക്ക് നട്സ് ഇട്ടുകാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നട്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ നട്സും എടുക്കട്ടോ. എന്ത് വെറൈറ്റി നട്സ് എടുത്തോളി. നമ്മളെടുത്തത് കപ്പലണ്ടിയും അണ്ടിപ്പരിപ്പുമാണ്. അവസാന ഘട്ടത്തിൽ നിങ്ങൾക്ക് കുറച്ച് സ്മൂത്ത്നെസ് കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചാണ്ട് സെറ്റ് ആക്കിയാൽ നമ്മുടെ സാധനം റെഡിയായി. എന്നിട്ട് ഹലുവ സെർവ് ചെയ്യാൻ പറ്റിയ പാത്രം എടുക്കുക. റൗണ്ടുള്ള പാത്രം റൗണ്ടിൽ എടുത്തോളി. കേക്ക് ഉണ്ടാക്കുന്ന പാത്രം കേക്കിന്റെ പാത്രം എടുത്തോളി. ഇങ്ങനത്തെ എന്ത് പാത്രം അതിനായിട്ട് സെർവ് ചെയ്താൽ മതി. അപ്പൊ സാധനം സെറ്റ് ആവും. ഹലുവ പാത്രത്തിലേക്ക് ഇടുന്നതിന് മുമ്പ് അതിന്റെ അടിഭാഗം ഒന്ന് ഓയിലോണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്ക്. ഒന്ന് ഓയിലൊന്ന് പുരട്ടിയാൻ കൊടുത്തേക്ക്. നമ്മൾ നട്സ് ഇട്ടപ്പോ കുറച്ച് നട്സ് മാറ്റിച്ചിന് അത് ആ പാത്രത്തിന്റെ അടിയിലാണ് ഇട്ട് കൊടുക്കുക കുറച്ച്. എന്നിട്ട് ആ പാത്രത്തിലേക്കില്ലേ ഹലുവ ഫില്ല് ചെയ്ത് കൊടുക്കുക. നല്ല തിക്നെസ് ഒക്കെ ഫില്ലാക്കി കിട്ടും. ഒന്ന് അമർത്തി പ്രസ് ചെയ്തൊക്കെ അവിടെ ഉറച്ചോട്ടെ. അത് 1 2 മണിക്കൂർ അതും റെസ്റ്റിന് വെച്ചേക്കുക. ചൂടക്കാരി സെറ്റ് ആയിക്കോട്ടെ. 2 മണിക്കൂറിന് ശേഷം ഒരു പാത്രം എടുക്കുക. അതിലേക്കാണ് കൗത്തുക. ഓയിൽ വെച്ചോണ്ട് പെട്ടെന്ന് പോരും. അല്ലെങ്കിൽ കൈക്കോട്ടത്ത് മാന്തണ്ടി അവിടെ. എന്നിട്ട് നോക്കിഞ്ഞാല് ആട്ടപ്പൊടി കൊണ്ട് പയം കൊണ്ട് ഉണ്ടാക്കിയൊരു ഹലുവയാണ് ഇത്. നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അടുക്കളേക്കാണ് പാഞ്ഞോളിട്ടോ. ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്ക്. അപ്പൊ നമുക്കൊരു ഹാപ്പി ആവും.